നിങ്ങൾക്ക് കുന്നമംഗലം കളിയറി സ്നേഹാഭിവാദം. രാവണൻ 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 രാക്ഷസ വീരനായ രാവണനും സൈന്യവും ലങ്കാപുരിയിൽ പ്രവേശിച്ചിരിക്കുന്നു. ആ കൈകസിയോട്, സർവോപരി രാവണനോട് പിടിച്ചു തല പോയെന്നാ തോന്നുന്നത്. ഈ രാവണൻ ലക്ഷ്യം മുകളിൽ ആകാശത്തുകൂടി പലപ്പോഴും പറന്നു മറയുന്ന സ്വർണ്ണ നിറമൂലുന്ന നിന്റെ ആ പുഷ്പവിമാനമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു വസന്ത പൗർണമി നാളിൽ സുന്ദര പുഷ്പമേ, ജിഹനെ തടയാൻ നിനക്കും കഴിയുന്നില്ല, പിന്നെ ഈ ജ്യേഷ്ഠത്തിക്ക് കഴിയുന്നതെങ്ങനെ? പതിവ്രതയായ ഞാൻ എന്റെ ഭർത്താവ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു വസ്തു അദ്ദേഹത്തിന്റെ അനുമതിയില്ലാതെ എങ്ങനെ എങ്ങനെ സ്പർശിക്കും? നാരായണ നാരായണ. ലങ്കാപുരിക്ക് വേണ്ടി ഈ പേടകം രാവണൻ ഉപേക്ഷിക്കുകയാണ്, സമുദ്രത്തിലേക്ക് വലിച്ചെറിയുകയാണ്. അങ്ങ് കണ്ട സീതാദേവി വേദവതിയാണ്. വേദവതിയുടെ പുനർജന്മമാണ് രാമപത്നിയായ സീതാദേവി. ചിതാഭസ്മധൂളികളെ മാറോട് ചേർത്ത് ആർത്ത് കരഞ്ഞു പോയി രാവണൻ. വീശിടുന്ന ശ്രുതിത്തുമ്പികൾ ദുർനിമിത്തങ്ങളോ എന്തു തന്നെ ആയാലും ലങ്കാധിപതി രാവണൻ തളരില്ല. ജ്യേഷ്ഠനെന്ന പോലെ നിന്നെയും ഒരു ശാപം വിടാതെ പിന്തുടരുന്നുണ്ട്. അന്ധമായ കാമവികാരം എന്ന ശാപം നിനക്കേ സാധിക്കൂ. കാരണം നീ രാവണ സഹോദരിയാണ്. രാവണ സഹോദരി. രാവണ, ഞാനിതാ മായപ്പൊന്മാരായി മാറുകയാണ്. ഞാൻ വിശ്വവസിന്റെ പുത്രനായ രാവണൻ. ശ്രീരാമ ഭഗവാൻ നൽകിയ മുദ്രമോതിരമാണിത്. ഒരു അവതാരം. അഗസ്ത്യമണി അനുഗ്രഹിച്ചതെന്ന് വിരിഞ്ചാസ്ത്രം പ്രയോഗിക്കുന്നു. അടുക്കാമെങ്കിൽ തടുത്തുകൊള്ളുക. ജയ രാമ ജയ.